എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റ് 79 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് ന്യൂട്രൽ ഓപ്പൺ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ന്യൂട്രൽ വന്നിട്ട് സാധനം 79 പോയിൻ്റ് മുകളിലോട്ട് പോയി. നമുക്കപ്പോൾ ഒരു കണ്ടിന്യൂഷൻ, അപ്പോൾ എന്തായാലും മാർക്കറ്റിലൊരു റിവേഴ്സ് എന്തായാലും ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിന് മുമ്പ് പറയാം, 23,152 23,170, അതേപോലെ തന്നെ 23,196 ഈ ഏരിയാസ് കവറപ്പ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,218 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇപ്പോൾ ഈ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അത് റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്ക് കൺഫേം ആയിട്ട് അത് മുകളിലോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്രോസ് ഓവറിൽ നിന്ന് റെഡ് വരെയുള്ള ഗ്യാപ്പ് നമുക്ക് നല്ലൊരു റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്, പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെപ്പോൾ എൻട്രി എടുത്താലും ഒരു 10-20 പോയിൻ്റ് മുകളിലോട്ട് പൊക്കോട്ടെ, മാർക്കറ്റ് പൊക്കോട്ടെ, നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. ഒരു 35 പോയിൻ്റ് മാർക്കറ്റ് പൊക്കോട്ടെ, ഒരു 10-15 പോയിന്റിൽ കയറ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം. അപ്പോൾ 10 പ്രാവശ്യം മാർക്കറ്റ് താഴത്തോട്ട് അടിച്ചോട്ടെ. ഇപ്പോൾ നമ്മളൊരു 10 പോയിൻ്റ് എടുത്തു, നമ്മൾ ഒരു പോയിൻ്റ് കയറ്റി വെച്ചു, അത് തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. വീണ്ടും നമ്മളൊരു എൻട്രി എടുത്തു, അതൊരു 10-15 പോയിൻ്റ് മുകളിലോട്ട് പോയി, ഒരു പോയിൻ്റ് കയറ്റി വെച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. 10 തവണ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15 ട്രേഡ് ഒരു ദിവസം ചെയ്യുമ്പോഴത്തേക്കും 15 പോയിൻ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 15 പോയിൻറ്റിൻ്റെ ബ്രോക്കറേജും പോയി കഴിഞ്ഞാൽ ചെറുതെന്തെങ്കിലും നമുക്ക് ബിരിയാണി മേടിക്കാനുള്ള പൈസ എങ്കിലും കിട്ടും, 180 രൂപ. അപ്പോൾ അപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് അവിടെ. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് SL മാക്സിമം ലോക്ക് ചെയ്യാനോ കോസ്റ്റ് ടു കോസ്റ്റോ, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 10-20 പോയിൻ്റ് പോയെന്ന് വെച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് വന്ന് അടിച്ചിട്ട് 25 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് 25 എന്നുള്ളത് 5 പോയിൻ്റോ 4 പോയിൻ്റോ ഒക്കെ ആക്കി വെക്കാം. ചറപറ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ. ആ അടിക്കണ സ്റ്റോപ്പ് ലോസ് എല്ലാം കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻ്റോ ആണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡാ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലച്ച് പിടിച്ച് കിട്ടും. നമുക്ക് ഇപ്പോൾ 5 മിനിറ്റിൻ്റെ RSI ആണ് നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റിൻ്റെ RSIയിൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു എന്താ പറയണ്ട 3-4 എൻട്രി കിട്ടിയേക്കാം. 3-4 എൻട്രിയിൽ ഒരു 2 എണ്ണം 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും, ഒരു 2 എണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് 1 പോയിൻ്റ് അടിച്ചാലും നമുക്ക് നഷ്ടമില്ല. ഈ 4 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നിടത്തിട്ട് മാറ്റുകയോ ഇല്ല എന്നുള്ള തീരുമാനം വരുമ്പോഴാണ് 80 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ച് കിട്ടി അത്രയും നല്ലതല്ലേ. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കയറുന്നതനുസരിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 23,152, 23,170, 23,195 ഇവിടെ എവിടെയാണ് റിജക്ഷൻ കറക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 23,088 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. +79 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പം അയക്കണേ. 23,167 23,167 എന്ന് പറയുമ്പോൾ SMA 15 മിനിറ്റ്സ് റിജക്ഷൻ ആയിരിക്കണേ. നമ്മൾ കണക്ക് കൂട്ടുന്നതിന് മുമ്പേ വ്യൂ ആണ് ആദ്യം അനലൈസ് ചെയ്ത്. അപ്പോൾ 23,170 SMA മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ്സ് നമുക്ക് ആദ്യം ഇൻഡെക്സ് വെച്ചിട്ട് ചാർട്ട് അനലൈസ് ചെയ്യാം.
വ്യൂ നോക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് സ്ട്രൈക്കിൻ്റെ പ്രൈസ് നമുക്ക് ഇവിടെ എന്തായാലും കാണാൻ പറ്റും. അതിനുശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്ട്രൈക്കിലേക്ക് പോയാൽ മതി. അപ്പോൾ ആദ്യം മുട്ടുന്ന ലെവല് 23,170 ആണ്. അതുക്കും മേളിലോട്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ അടുത്ത റിജക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് 23,195. അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് 23,218 കൺസോൾട്ടേഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ 23,170 ടച്ച് ചെയ്ത് മേളിലോട്ട് പോകാതെ താഴത്തോട്ട് 23,182 താഴെയാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ലൈൻ വരച്ച് വെക്കാം, 23,139. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ എങ്ങോട്ടായിരിക്കും, ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. ആദ്യത്തെ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ, അതായത് 23,139 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്, കാരണം RSI റെഡിലേക്ക് എത്തിയിട്ടില്ല. 23,152 170 അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും, ബ്ലൂ ലൈൻ അല്ലെങ്കിൽ 23,218 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9:13 സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ളത് 5 മിനിറ്റിൽ RSI ഒരു മടക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റ് സി സൈഡ് തന്നെയാണ്, RSI ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 218 ഈ സ്ട്രൈക്ക് തന്നെ സെലക്ട് ചെയ്യാം. 23,000 CE പിയിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 23 അടുത്ത ആഴ്ചത്തെ എക്സ്പയറി ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 23,200 സിയും പിയും അടുത്ത ആഴ്ചത്തെ എക്സ്പയറി ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ സി വേണമെങ്കിൽ 23,100 നോക്കാം. 23,000 സി ആണ് നിലവിൽ കിടക്കുന്നത്. ഇത് റേറ്റ് കൂടുതലാണ്, ബട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയ 23,300 സി, അത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. സിയിൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയുള്ളൂ, അപ്പോൾ അതൊന്ന് ചൊവ്വാഴ്ച നമുക്ക് ഇത് തന്നെ എടുക്കാം, ഈ കറണ്ട് വീക്കിൽ തന്നെ എടുത്താൽ മതി. നാളെ തൊട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇന്നത്തെ വീക്കിൽ ഈ എക്സ്പയർ തന്നെ കിടക്കട്ടെ. ഇന്നത്തത് 23,000 സിയും പിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 23,200 എടുക്കാം. സ്പീഡ് സ്ട്രൈക്ക് നമുക്ക് പിന്നെ വേണമെങ്കിൽ മാറ്റാം. നമുക്ക് പിയിലേക്ക് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നെയുള്ള സ്ട്രൈക്ക് എന്ന് വെച്ചാൽ 23,300 അതായിരിക്കും ബെറ്റർ. അപ്പോൾ 23,300 23,000 CE. അപ്പം നമ്മൾ ഇൻഡെക്സിൻ്റെ ചാർട്ട് കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ആദ്യത്തെ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 250 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അത് ഡൗണിലേക്ക് വരത്തുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിയിൽ 280 ഒരു റിജക്ഷൻ പോയിൻ്റ്. 280 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 280 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് 305 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. മാർക്കറ്റ് ഓൾറെഡി സി സൈഡ് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ റിജക്ഷൻ ഉണ്ട്. ഒരു ഡബിൾ ക്യാൻഡിലിൻ്റെ റിജക്ഷനിലാണ് ആദ്യം പോയി മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡെക്സ് ചാർട്ടിൽ പറഞ്ഞ ബ്ലൂ ലൈനിലാണ് മാർക്കറ്റ് ഇപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 23,214 അത് ഇതപ്പോൾ എവിടെ ചെല്ലും, സ്ട്രൈക്ക് ചിലപ്പോൾ 305 പോകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ നിൽക്കുന്നത്. മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് രാവിലെ നിൽക്കുന്നത്. നമുക്കത് എവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം. 250 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എൻട്രി അവിടെ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആവുന്നില്ലല്ലോ, സോറി. ഇത് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. അഗെയിൻ ഈ 280 ബ്രേക്ക് ചെയ്ത് പോകണം. സിയിൽ അഗെയിൻ 280 ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് 305 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടുത്തെ 2 ക്യാൻഡിലിൻ്റെ ലോവർ വിക്കിൽ ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പോരാത്തതിന് 255 ഒരു കൺസോൾട്ടേഷൻ സോണാണ്.
അപ്പോൾ ഒരു മൂവ് 280 ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 305 മാർക്കറ്റ് പോകുന്നത്. പിയിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് പിയിലെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് എപ്പോഴാണ് കിട്ടുന്നത്? 167 മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180-85 കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. പിയിൽ 167 മുകളിലേക്ക്, 167 എന്ന് പറയുമ്പോൾ ഒരു 170 തൊട്ട് 180-87 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു ലെവലുണ്ട്, ബ്ലൂ ലൈൻ. നമ്മൾ ആ ബ്ലൂ ലൈൻ വരച്ചിട്ടതിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ? നമ്മൾ ഇവിടുന്നേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. SMA നേരെ ആദ്യത്തെ മൂവ്മെൻറ്റ് ബ്ലൂ ലൈൻ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ മുകളിലെ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. 280 ഒന്ന് കടന്നു കിട്ടണം. 280 ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 305 മൂവ് ചെയ്യണം. RSI സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അത് ക്രോസ് ഓവറോ ഗ്രീനിലേക്കോ കയറാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കത്തില്ല. ഇൻഡെക്സ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ട്രൈക്കിൽ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. ഇൻഡെക്സ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സ്ട്രൈക്കിലേക്ക് അത് എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഇൻഡെക്സിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒറ്റ മൂവ്മെൻ്റൊക്കെ ആയിരിക്കും സ്ട്രൈക്കിൽ വരുന്നത്. അടുത്ത 5 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 285 ഒരു എക്സ്പാൻഷൻ വന്ന് നിൽപ്പുണ്ട്. പിന്നെ RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ന് വളരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. നമുക്കൊരു ധൃതിയില്ല, സമയം ഇഷ്ടംപോലെ കയ്യിലുണ്ട്. നമുക്കാവശ്യം 10-25 പോയിൻ്റാണ്. പിന്നെ നമ്മളൊരു എൻട്രി എടുത്താൽ ഒറ്റയടിക്കൊന്നും 307 ഭാഗത്തേക്ക് പോകും എന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. കൺസോൾട്ടേഷൻ സോണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്. അവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 ക്യാൻഡിലെങ്കിലും ഒരു റെസ്പെക്റ്റിനെ ബഹുമാനിക്കും എന്നുള്ളൊരു ബോധമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് കൺസോൾട്ടേഷൻ സോൺ കൂടെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻഡിലൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ബ്രേക്കൗട്ടിലൊക്കെ ഒരു മൂവ് കിട്ടത്തുള്ളൂ. $250 താഴത്തോട്ട് ഫാളായ സാധനം ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും. ആ 250 താഴത്തോട്ടുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇൻഡെക്സിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, പക്ഷേ ഇനി ആ ടാർഗറ്റ് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ സ്ട്രൈക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് എന്താ പറയണേ, ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. ഹൈ വോളിയം ആയിരിക്കും അതിൽ വരുന്നത്. ഇൻഡെക്സിൻ്റെ മൂവ് അനുസരിച്ചിട്ട് സ്ട്രൈക്ക് മൂവ് ചെയ്തില്ല. അത് നമുക്ക് കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാനില്ല. 282 290 എക്സ്പാൻഷനായി നിൽപ്പുണ്ട്. 284 ഇപ്പം 135 എന്തിൻ്റെ റിജക്ഷൻ ഉള്ളത്? പിയുടെ റിജക്ഷൻ ഉള്ളത് 135 ആ 135 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മുടെ സി ഇപ്പം നിൽക്കുന്നത് 290 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 289 85 ആദ്യത്തെ റിജക്ഷൻ. 85 ബ്രേക്ക് ചെയ്ത 90. അപ്പോൾ നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ നോക്കിയേ, ഇൻഡെക്സിൽ ബ്ലൂ ലൈൻ ആദ്യത്തെ ടാർഗറ്റ്, അതിന് മേലോട്ട് മൂവ് ചെയ്താൽ ഈ ഒരു വൈറ്റ് ലൈൻ വരെ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞു. ആ ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് 244 വരെ പോയാലാണ് നമുക്കെന്താ സിയുടെ സ്ട്രൈക്ക് 305 വരെ മാർക്കറ്റിൽ പോകത്തുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 290 290 1 പോയിൻ്റ് 1.5 പോയിൻ്റൊക്കെ ബഫർ സോൺ വരും. അപ്പോൾ 260 എടുത്താലും അല്ലെങ്കിൽ 270 എടുത്താലും 10-15 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും.
RSI ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും ആയിട്ടില്ല. വോളിയം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റടിക്കായിരിക്കും 307 ചെന്ന് ഹിറ്റ് ചെയ്യുന്നത്. ആ വോളിയം അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഹൈ വോളിയം വരുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം താഴത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യുക. ഇപ്പോൾ 2 ലോട്ടിലാണ് എടുക്കണമെങ്കിൽ 288 89 കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ആക്കിയിട്ട് വെച്ചാലും മതി. കിട്ടിയ 307 വരെ കിട്ടട്ടെ എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. ഹൈ വോളിയം വരുന്നുണ്ട്. അതേപോലെ 135 നമ്മളൊരു പിയുടെ റെസിസ്റ്റൻറ്റ് പറഞ്ഞേക്കണേ. അതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് 128 ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത് 307 പോകുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 135 ബ്രേക്ക് ചെയ്ത് പി ഡൗൺ ആവണം. RSI സ്റ്റിൽ ക്രോസ് ഓവർ ഒരു സേഫ് സോണാണ്. അത് കഴിഞ്ഞ് ഗ്രീനിലേക്ക് എത്തുന്ന സമയം 2 രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഒന്ന് അതിനൊപ്പം തന്നെ താഴത്തോട്ട്, ഇല്ലെങ്കിൽ ഹൈ ലെവലിൽ മാർക്കറ്റ് മേളിലോട്ട് ഹൈ വോളിയത്തിൽ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു സ്ട്രഗിളിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 307 ടച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അത് ഈ 135 പി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കത് കൺഫേം ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു റെഡ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ആ റെഡ് ഒരിക്കലും ഒരു കണ്ടിന്യൂഷൻ റെഡ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം RSIയുടെ ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ മൂവ്മെൻറ്റിൽ റെഡൊക്കെ സ്വാഭാവികമായിട്ടും വരും. ഒരു സ്പൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 307 മാർക്കറ്റ് പോയി നിൽക്കാനായിട്ടുള്ള ചാൻസ്. അതിന് മുമ്പ് ചെറിയ കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും വരും. 165 മേളിൽ ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് പി 177 നോക്കേണ്ടതായിട്ടുള്ളൂ. 165 മേളിൽ ഹൈ വോളിയത്തിൽ വന്നാൽ ഒറ്റടിക്ക് 177 പോകും. ഇല്ലെങ്കിൽ അവിടെ ക്യാൻഡിൽ 165 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. എന്നാലാണ് 177 പിയുടെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഗ്രീൻ ക്യാൻഡിൽ ഒരിക്കലും വലിയ ക്യാൻഡിലാണ് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഒരു ട്രെൻഡിൻ്റെ മൂവ്മെൻ്റ് ആണോ എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് വന്നതാവാം. കാരണം RSI ക്രോസ് ഓവർ ആവാത്തിടത്തോളം കാലം ഈ റെഡിലൊന്നും ഞാൻ വാല്യൂ കൊടുക്കാറില്ല. പിന്നെ അത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ 240 താഴത്തോട്ട് ഫാളോ ആവണം. പി 165 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ മൂവ് കിട്ടിയാൽ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു 170 77 വരെയെങ്കിലും പി കിട്ടത്തുള്ളൂ. ചാടിക്കേറി ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ വെരി നെക്സ്റ്റ് 2 കാര്യങ്ങളാണ് ഇനി സംഭവിക്കുന്നത്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ പീനെ സംബന്ധിച്ച് റെഡ് ക്യാൻഡിൽ ആവാം, അല്ലെങ്കിൽ നിലവിൽ തന്നെ താഴത്ത് വന്ന് ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഡൗൺ ആവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യാൻഡിൽ എന്താണെന്ന് നമ്മൾ വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അവിടുത്തെ ഏരിയ നമ്മൾ മനസ്സിലാക്കുക. ഒരു സേഫ് സോണിന് പുറത്ത് കിടന്നാൽ മാത്രം നമ്മൾ എന്താ പറയണ്ടേ എൻട്രീനെ പറ്റി ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. ക്രോസ് ഓവർ വന്ന് റെഡിലേക്കൊന്നും കയറാതെ പിയിലേക്ക് നമ്മൾ ഇന്ന് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇപ്പോഴാണ് ഒരു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്ത് അത് 140 സപ്പോർട്ട് എടുത്ത്. നൂറ്റി 165 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 177 പി പോകത്തുള്ളൂ. ഇപ്പോൾ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. RSIയിൽ 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സിയിലും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇനിയുള്ള മൂവ്മെൻറ്റ്. കാരണം ഇത് ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതിനൊപ്പം അത് ഡൗൺ ആവണം. ക്രോസ് ഓവറിനൊപ്പം സി നമ്മൾ പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്താൽ 177 പോകത്തുള്ളൂ.
250 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് സീനെ സംബന്ധിച്ച്. ഇനി സിയുടെ ഒരു ഡയറക്ഷണൽ മൂവ് എന്ന് പറയണത് ഈ ക്രോസ് ഓവർ റെഡിലേക്ക് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഹൈ വോളിയം വരണം. ആ ഹൈ വോളിയം വരികയും ചെയ്യണം. 285 മുകളിലോട്ട് ബ്രേക്ക് കിട്ടിയാൽ മാത്രമാണ് സി അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 307 പോവുള്ളൂ. ഇപ്പം നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ്. അതേപോലെ അപ്പോൾ ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്ന സമയത്ത് നിലവിലുള്ള 165 170 ബ്രേക്ക് ചെയ്ത 177 പി പോകുന്നത്. കാരണം ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പി തിരിച്ചു പോയത്, ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ 250 താഴത്തോട്ട് സി ഫാളായാൽ SMA ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്തോട്ട് വരത്തുള്ളൂ. 165 70 ബ്രേക്ക് ചെയ്താലാണ് പി 77 പോകത്തുള്ളൂ. ക്രോസ് ഓവർ വന്നു എന്നുള്ള കാര്യങ്ങൾ ശരിയാണ്, വാസ്തവമാണ്. പക്ഷെ അത് ഗ്രീനിലേക്കും കൂടെ ഒന്ന് കയറണം. 170 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് കൂടെയാണ്. അല്ലാതെ മാർക്കറ്റ് 77 പോവില്ല. 70 തൊട്ട് 77 വരെ അല്ലെങ്കിൽ 86 വരെ നിന്ന് കിട്ടിയാലും 10 പോയിന്റ് കിട്ടിയാലും നമുക്ക് ലാവിഷാണ്. നമുക്ക് സിയില ഒരു 10 പോയിന്റ് നമുക്ക് കിട്ടി. പിയിലും ഒരു 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 20 പോയിന്റ്, പിന്നെ ഒരു പോയിന്റും കൂടെ ഒപ്പിച്ച് 21 പോയിന്റ് ആവും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 285 87 വരുമ്പോൾ എന്താ പറയണ്ടേ, 2 ലോട്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കുക, ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ കയറ്റി വെക്കുക. അപ്പോൾ കിട്ടിയെന്നുമായി പോയി എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല. അപ്പം അത് 2 ലോട്ട് സിയിലാണ് എപ്പോഴും മെജോറിറ്റി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ പിയിൽ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുകയാണെന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് 30 മിനിറ്റിലും 15 മിനിറ്റ്സിലും RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ SMA മുട്ടാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പിയിൽ മാസീവ് മൂവ്മെൻ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. 10 15 പോയിന്റോ അല്ലെങ്കിൽ SMA വരുന്നത് വരെ ചിലപ്പോൾ കൺസോൾട്ടേഷൻ ആയിരിക്കാം. ആ 170 ഒന്ന് കടന്ന് കിട്ടി ഒരു വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 177 ഒരു 10 പോയിന്റ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് 249 സി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ സപ്പോർട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇനിയുള്ളത് 221 ഭാഗത്തേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാൻ വരുന്നത്. അത് രണ്ടും കമ്പയർ ചെയ്തിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് കൂടെ ഉണ്ട്. വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ 177 വരെ പോകേണ്ടതാണ്. 73 74 74 വൈറ്റ് ഡോട്ട് ഉണ്ട്, അതാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. 76 78 വരെ പോയിട്ടുണ്ട്. അപ്പം 170 മുതൽ 178 വരെ 8 പോയിന്റ്. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പി സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിലവിലെ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്യണം. കാരണം 240 അത് കൂട്ടണ്ട. നമുക്ക് ഇപ്പുറത്തുള്ള ഒരു 10 പോയിന്റും ഇപ്പുറത്തുള്ള ഒരു 10 11 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 21 പോയിന്റ് ആയി. 1500 രൂപ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ ഇന്നും രണ്ടും ഡയറക്ഷണൽ ട്രേഡാണ് നമ്മൾ പറഞ്ഞത്. 290 പകരം നമ്മൾ പറഞ്ഞത് ബഫർ സോൺ എന്തായാലും കീപ്പ് ചെയ്യണം. 1.5 പോയിന്റ് 1 പോയിന്റോ 1.5 പോയിന്റോ ബഫർ സോൺ കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് 260 70 എന്നാണെങ്കിൽ പോലും 15 പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഇപ്പുറത്തും കിട്ടിയിട്ടുണ്ട് 10 പോയിന്റ്. അപ്പോൾ 25 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. ഒന്നും ആയിട്ടില്ല, ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ പിയിൽ വരാനായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം 240 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഈ ഗ്രീൻ ക്യാൻഡിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. 267 മുകളിൽ പോയാൽ മാത്രമാണ് നമ്മൾ സി ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലുള്ള സി ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് ആണ് രണ്ട് വ്യൂവിലും നമ്മൾ പറഞ്ഞത്. രണ്ടിൽ നിന്നും 15 10 പോയിന്റ് എടുത്ത് 25 പോയിന്റ് 1500 രൂപ ഡെയിലി ടച്ചായി.
മാർക്കറ്റ് സിയിലേക്ക് എന്തായാലും വരും. നമ്മൾ ഹയർ ടൈം ഫ്രെയിം സിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള ചെറിയ കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് സിയിലും പിയിലും ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ വരത്തുള്ളൂ. കാരണം 290 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ടച്ച് ചെയ്യാതെ 1.5 പോയിൻ്റൊക്കെ മിച്ചു വിട്ടിട്ട് വരിക എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാവും. ഏത് നിമിഷവും മാർക്കറ്റ് 290 ഹൈ വോളിയത്തിൽ പോകാം. അത് നിലവിൽ 240 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. 240 ബ്രേക്ക് ചെയ്ത ഒരു എന്താ പറയണ്ടത് 222 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതിനുശേഷം RSIക്ക് ഒരു റീക്രോസ് ഓവർ കിട്ടുമ്പോഴേ നമ്മൾ ഇനി ലോങ് ഹോൾഡിന് വേണ്ടി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതേപോലെ പിയിൽ കുറച്ച് മൂവ്മെൻറ്റും കൂടെ നമുക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കണ്ടിന്യൂ ആവട്ടെ. RSI ക്രോസ് ഓവർ പിക്കാണ് നിൽക്കുന്നത്. പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ വരാനായിട്ട് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു വൈറ്റ് ഡോട്ടിൽ കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഒരു മെയിൻ റിജക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 186 ആണ്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടാനുള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കുറസി ഒരു മൂവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബ്രേക്കൗട്ടിലുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 186 ആണ്. 186 അടുത്ത പിയുടെ ഒരു റിജക്ഷൻ ഉള്ളത്. ഇപ്പോൾ സമയം 9:39 9:40. ഇപ്പോൾ ആദ്യം ഒരു ലോ വരും. ഈ ഗ്രീൻ അത്ര വലിയ ഗ്രീനൊന്നുമല്ല. ഈ ഇപ്പോൾ പിയുടെ ക്യാൻഡിലിൽ ഒരു റെഡിഷ് വരണം എന്നുള്ളതാണ്. അത് കണ്ടിന്യൂഷൻ ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്താൽ 186 അടുത്ത മൂവ്മെൻറ്റ് 81. കാരണം അതിൻ്റെ ലോ വരാത്തത് കൊണ്ട് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ഓക്കെ 186 അടുത്ത ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത്. ആ ടാർഗറ്റും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി അങ്ങോട്ടായിരിക്കും പോണേ. ഇവിടെ SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഉണ്ടാവും നമുക്ക് പക്ക. എനിക്ക് 2 ടാർഗറ്റാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒന്ന് ഈ വിക്കിൻ്റെ ഹൈയും സെക്കൻഡ് ഈ 2 ക്യാൻഡലിൻ്റെ ഹൈയും ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇത് എപ്പോൾ താഴത്തോട്ട് വന്നെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാൻഡിലൊന്നും അല്ല ഇത്. കാരണം അതിൻ്റെ ലോവർ വിക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഹോൾഡിംഗ് ഒന്നും പോസിബിൾ ആയിട്ടുള്ള ക്യാൻഡിലല്ല. ആ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത 186 ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും പോണേ? അടുത്ത 186 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ CE 223 SMA ടച്ച് ചെയ്യുന്ന ലെവലിലായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റ് RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് സിയിൽ എവിടെ മുട്ടുമെന്ന് നോക്കണം. പിയിൽ എവിടെ മുട്ടുമെന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം 215 വരെ സ്പേസ് കിടപ്പുണ്ട്. ഈ RSI കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 215 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ SMA അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് സിയുടെ റിജക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 240 സിയിൽ എന്താണ് റിവേഴ്സ് ഇട്ടിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് കേട്ടോ. നിലവിലുള്ള സിയുടെ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് പറഞ്ഞത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 186ലേക്കും അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്നുള്ളത് സിയുടെ 223 SMA ടച്ച് ചെയ്ത് അടുത്ത ബ്രേക്കൗട്ട് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് പിയുടെ മൂവ്മെൻറ്റ് എവിടം വരെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. 10 മണിക്കാണ് ശരിക്കും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടത്. അത് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം സിയിലേക്ക് പോകുന്നതിന് മുമ്പ് പിയിലെ ചെറിയ മൂവ്മെൻ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. 187 ആയിട്ടുണ്ട്. അപ്പോൾ സിയിൽ എവിടെയായി? 231 അപ്പോൾ 231 ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല എന്നുള്ള ഡൗട്ടുകൾ പലർക്കും വരാം. 5, 10, 15 3 ക്യാൻഡിലിൻ്റെ ലോവർ ഹൈ എന്തായാലും കറക്റ്റ് ആയിട്ടില്ല. SMA കറക്റ്റ് ആയിട്ടില്ല. പക്ഷേ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ആവാറായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുത്ത് നോക്കുമ്പോൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. കണ്ടോ? 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് 255 ഫില്ലായിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ ഗ്യാപ്പേ
ഫില്ലാവാതെ ഉള്ളൂ. അത് 223 SMAയിൽ. അപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് തന്നെ ആവണമെന്നില്ല. നിലവിലുള്ള സി ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെയാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നിരിക്കുന്നത് 5 മിനിറ്റിൻ്റെ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അത് എവിടെ നിന്നാണെന്ന് നമുക്കിനി ആലോചിച്ച് വെച്ചാൽ മതി. 15 മിനിറ്റ്സിൻ്റെ ഹയർ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്ട്രഗിൾ വന്നിരിക്കുന്നത്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഒരു അനലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ 2 മിനിറ്റാണ് നോക്കുന്നതെന്ന് വെച്ചിട്ട് കാര്യങ്ങളില്ല. പിന്നെ രണ്ടാമത് എന്താ, അടുത്ത സപ്പോർട്ട് ലെവൽ എവിടെയാണ് കിടക്കണേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് മുട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ 186 എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തില്ല, അതിന് ക്യാൻഡിൽ കൃത്യമായിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മുട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. 15 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റിലാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ഉള്ളത്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും സാധനം തിരിച്ചും മുകളിലോട്ട് വരാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ആവറേജിങ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമാണെങ്കിലാണ് എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇനി ചിലപ്പോൾ ഒരു സഡൻ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ സിയിൽ 50 മുതൽ 100 പോയിന്റ് വരെ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ആണ് വരാനുള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എവിടം വരെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 209 വരെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം. എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ റെഡ് കിടന്നിട്ട് കളിക്കണമെന്ന് വെച്ചാൽ RSI ഓൾറെഡി ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് മുകളിലോട്ട് പോകാൻ പറ്റാത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു ലോങ് ട്രേഡ് സിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സിയിലൊരു ലോങ് ഡ്രൈവ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. ആവറേജിങ് നമുക്ക് എടുത്തിടുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല. കാരണം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉറപ്പായിട്ടും സിയിൽ വരും. അത് 224 209 217 എന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം നമുക്ക് സി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ. ആ സിയുടെ ടാർഗറ്റ് എവിടം വരെ വരും? 290 രാവിലെ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് മിച്ചു വിട്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിലും 30 മിനിറ്റിലും RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം. മാർക്കറ്റ് ഇപ്പോൾ 259 എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് അടുത്ത റിജക്ഷൻ പോയിന്റ് 264 270 ആണ്. അവിടെ ബ്രേക്ക് ചെയ്താൽ രാവിലെ മാർക്കറ്റ് ടച്ച് ചെയ്യാത്ത 290 മാർക്കറ്റ് വരുന്നത്. രണ്ടാമത്തെ കേസ് RSI ഗ്രീനിലേക്ക് മുട്ടിയിട്ടില്ല. എന്തോ ആയിക്കോട്ടെ, നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് കണക്ക് കൂട്ടി നമുക്കൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 230 എന്നൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 28 പോയിൻ്റാണ് ഇപ്പോൾ കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ മാർക്കറ്റ് 257 എന്തുകൊണ്ട് സ്ട്രഗിൾ ആകുന്നു? 150 ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആ ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് എഗെയിൻ ഡൗൺ ആവുള്ളൂ. ഇന്നലെയും മാർക്കറ്റ് ഇതേപോലെ ആയിരുന്നു. നമ്മൾ ഇന്നലത്തെ ചിത്രം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് സിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടായി, അതിനുശേഷം ദാന്ന് പറഞ്ഞ് പിയിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ആദ്യമേ പിയിലേക്കൊരു മൂവ്മെൻ്റ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ദാന്ന് പറഞ്ഞ് സിയിലേക്ക് പോയി എന്ത് ചെയ്യും? ഇന്നലെ നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് നടക്കണമെങ്കിലോ 100 പോയിൻറ്റിൻ്റെ റൈഡ് ഇന്ന് സിയിൽ കിട്ടില്ലേ? അപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ RSI കാണുന്നതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. നമുക്കത് എന്ത് ചെയ്യാം? 15 മിനിറ്റ്സിലേക്ക് മാറ്റാം. 15 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എവിടം വരെയാണ് മാർക്കറ്റിൽ സ്പേസ് കിടക്കുന്നത്? ഈ RSI എവിടെ പോയി ക്രോസ് ഓവർ ആവുന്നോ ആ സമയം വരെ സിയുടെ ചാൻസസ് ആണ്. ഇനി അത് 270 ഒന്ന് ബ്രേക്ക് ചെയ്ത്, അതായത് 10 മണിക്ക് 9:52 10 മണിക്ക് ഒരു ടാർഗറ്റ് പൊതുവെ ഹിറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. നമുക്കിനി സ്പീൽ നോക്കാനായിട്ടുള്ള ചാൻസ് 180 ബ്രേക്ക് ചെയ്ത് 180-86 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിയിൽ ഒരു സ്കോപ്പ് ഉള്ളൂ. പിന്നെ 15 മിനിറ്റ്സിൽ RSI 50%-ലാണ് നിൽക്കുന്നത്. 50% തിരിഞ്ഞ ചരിത്രമുണ്ട്. ഇത് ഇപ്പുറത്ത് അതേപോലെ തന്നെയാണ്. മാർക്കറ്റ് കയറിപ്പോയിട്ട് ഇടക്ക് വെച്ചിട്ടൊന്ന് തിരിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതേപോലെ ഇവിടെ തിരിയോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റ് 10 മണിക്ക് ശേഷമുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയണം. കാരണം അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ, കാരണം ഗ്രീൻ ലൈൻ വൈറ്റ് ഡോട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഒരു വെള്ള കുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുത്തിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് 2 ക്യാൻഡിലിനുള്ളിൽ ഈ ഒരു 150 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴത്തോട്ട് വീഴുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് CE 270 ബ്രേക്ക് ചെയ്ത് 307ലേക്ക് പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കത് കാത്തിരുന്ന് കാണാം. സാധാരണ 10 മണിക്ക് ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതാണ്. ആ 10 മണിക്ക് ഏത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 265 ആണോ 15 മിനിറ്റ്സിൽ ടിക്ക് ചെയ്യണേ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആയിട്ടുള്ള ഒരു സോണായി കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കുക. ബാക്കി കോസ്റ്റ് ടു വെയിറ്റ് ചെയ്തിട്ട് RSI 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി കേട്ടോ. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് പി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് 172ൻ്റെ മേളിലോട്ട് എഗെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ SMA പോയിട്ടായിരിക്കും പി ഹിറ്റ് ചെയ്യുന്നത്. കാരണം RSI പിയിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റ് പിയിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, നിസ്സാരനല്ല ഈ വൈറ്റ് ഡോട്ട്. ഇപ്പം ഇവിടെ റിജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സീനെ സംബന്ധിച്ച് ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. 263ലാണ് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് താഴത്തോട്ട് പോയേക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സി നോക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് അവിടെ റിജക്ഷൻ വന്നു എന്ന് അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം 150 വൈറ്റ് ഡോട്ടിൽ പിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് റിജക്ഷനായി പോയതെന്ന്. പിന്നെ കണക്കൂട്ടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വീനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. SMA ടച്ച് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ 1 ലോട്ട് കൊടുക്കുക. ബാക്കിയുള്ള കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റോ കയറ്റി വെക്കുക. RSI റെഡിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. എഗെയിൻ 180 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ SMA നോക്കിയാൽ മതി. ഒന്ന് ശ്രദ്ധിക്കണം, സിയുടെ ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. സിയിൽ മൂവ്മെൻറ്റ് റിവേഴ്സ് ഉണ്ട് കേട്ടോ. സിയിൽ മൂവ്മെൻറ്റ് റിവേഴ്സ് ഉണ്ട്. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു വ്യത്യാസം ഗ്യാപ്പും കൂടെ ഉണ്ട് താഴത്ത്. പക്ഷേ സിയിൽ എന്തായാലും ഒരു റിവേഴ്സൽ എന്തായാലും ഉണ്ട്. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ആദ്യം 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മേളിലോട്ട് പോയി തിരിച്ച് എന്തായി, അത് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഞാൻ എന്തായാലും പറഞ്ഞതാണ്, മാർക്കറ്റിലൊരു ന്യായമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ സിയിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം ഇവിടെ 180ൽ പക്ക സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത് ഇത്തിരി ഡേഞ്ചർ ഏരിയ ആണ്. സിയിൽ എന്തായാലും തിരിച്ചൊരു വരവ് കുറച്ച് ശേഷം ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല, 235 ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞൊക്കെ വന്നോളൂ. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? അത് നമ്മൾ പിയും കൂടെ നോക്കണം. 2 ചാർട്ട് കറക്റ്റായിട്ട് നോക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ നിന്ന് ഒരു റിവേഴ്സൽ പോയി, 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നിന്ന് അടുത്ത റിവേഴ്സൽ പോയി. അപ്പോൾ ആ ക്യാൻഡിൽ എന്താ പറഞ്ഞു വെച്ചിരിക്കണേ, 15 മിനിറ്റ്സിൽ എങ്ങനെ ക്യാൻഡിൽ ഫോം ആയോ അതേപോലെയാണ് 5 മിനിറ്റിലും മാർക്കറ്റ് ക്യാൻഡിൽ പറഞ്ഞു വെച്ചിട്ട് വന്നേ. അതിൻ്റെ ഹയർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ ചെയ്യാനായിട്ടുണ്ട്. മണി സമയം 9:57 9:57 ആയിട്ടുണ്ട്. 9:57 SMA ആണ് ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
ഒന്നും കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും, കുറച്ച് നേരം കൂടെ എന്തായാലും മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യും. കാരണം ഈ SMA മാർക്കറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന കാരണം SMA ഇങ്ങ് പോരാട്ടോ, മുട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുകളിലോട്ട് പോയി, അല്ല 15 മിനിറ്റ്സിൻ്റെ എഗെയിൻ അതേ സെനാരിയോ ആണ് രണ്ടാമതും ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ മുകളിലേക്ക് എന്തായാലും സി തിരിച്ചു വരും. അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിരിക്കണേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത അറ്റേ സമയത്ത് 22 നിന്നായിക്കോട്ടെ, 25 നിന്നായിക്കോട്ടെ, 30 നിന്നായിക്കോട്ടെ, 25 നിന്നായിക്കോട്ടെ, 10 പോയിൻ്റാണ് അവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് അവിടെയും കിട്ടിയിരിക്കണേ. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്. ഈ സ്റ്റോപ്പ് ലോസ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്, കുറച്ച് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ക്യാൻഡലിനും ഓരോ കാര്യങ്ങൾ പറയണ്ട. അപ്പോൾ ആ ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ 247 മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാലാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റിൽ പോകത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തായാലും സിയിലേക്ക് ഉണ്ട്. 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത അതേ സെനാരിയോ ആണ്. 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു പൊടിക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ മൂമെൻറ്റിൽ തന്നെ എത്ര പോയിൻ്റ് കിട്ടും? 25, 35, 45, 20 പോയിൻ്റ് ആ ഒരൊറ്റ ക്യാൻഡലിൽ ശ്രദ്ധിച്ചിരുന്ന അതിലും കിട്ടും. ഇനി എന്താ അടുത്ത മൂവ്മെൻറ്റ്? RSI പിയിലേക്ക് റെഡിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒരു കറക്ഷൻസ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. കാരണം SMA കൂടെ ടച്ച് ചെയ്യുമെന്ന് നോക്കിയിട്ട് അതിന് ശേഷമാണ് ഇനി വീഡിയോ ഞാൻ ഓൺ ചെയ്യുന്നുള്ളൂ. ഒരു ലോങ് ഡ്രൈവ് കിട്ടുമ്പോൾ ഓൺ ചെയ്യാം. ഇവിടെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നേ. കുറച്ച് കറക്ഷനും കൂടെ മാർക്കറ്റിൽ വരും, SMA കൂടെ ടച്ച് ചെയ്യാനുണ്ട്. അതായത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു, റെഡ് ക്യാൻഡിൽ മാറ്റി ഗ്രീൻ ക്യാൻഡിലായി, അടുത്ത ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അത് നേരെ 247 കൺസോൾട്ടേഷൻ സോണിൽ പോയി. ഇനി എന്താണ്? 225 ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൂവും കൂടെ താഴത്തോട്ട് വരാനുണ്ട്. കാരണം SMA മുകളിൽ നിൽക്കുന്ന കാരണമാണ്. പിന്നെ RSI പിയിലേക്ക് റെഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി പി മേളിൽ പോയി കറങ്ങി തിരിയണ വരെ നമുക്ക് എന്ത് ചെയ്യാം? സിയുടെ കർവ് വരുന്ന വരെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം അടുത്ത മൂവ്മെൻറ്റ് അതിൽ നോക്കാം. അതുവരെയും ഈ വീഡിയോ പാർട്ട് 1 വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത RSIയുടെ ക്രോസ് ഓവറിന് ശേഷം നമുക്ക് സിയെ പറ്റി ആലോചിക്കാം. പിയുടെ ടാർഗറ്റിങ് ഏതാണ്? നിലവിലുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 199 SMA കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് തീർന്നു. അപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ആശംസകൾ. അതോടൊപ്പം വീഡിയോ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അതിന് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇപ്പോൾ എന്തായാലും 3 ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റിൽ 10-25 പോയിൻ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.